കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറുന്ന നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ടോം ഹോളണ്ട് എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം പുരാതന ലോകത്തെക്കുറിച്ച് വളരെ അധികം പഠിച്ചിട്ടുള്ള, എഴുതിയിട്ടുള്ള ഒരു ചരിത്രകാരനാണ്. പുരാതന ലോകത്തെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ള വളരെ പ്രസിദ്ധനായിരിക്കുന്ന ഓക്സ്ഫോർഡ് ഗ്രാജുവേറ്റ്, അങ്ങനെ ഉള്ള ഒരു പ്രസിദ്ധനായ ആളാണ് ടോം ഹോളണ്ട് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഡൊമിനിയൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രസ്താവനയോടുകൂടെയാണ് ഞാൻ ഇന്ന് ഈ പ്രസംഗം ആരംഭിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഒരു വിശ്വാസിയൊന്നുമല്ല, വിശ്വാസത്തിലേക്ക് വരുന്നു എന്ന് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ആൾ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പുരാതന ലോകത്തെക്കുറിച്ച് പഠിച്ചതിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത്, പുരാതന ലോകത്തെ മാത്രമല്ല, പാശ്ചാത്യ ലോകത്തിൻ്റെ ഇന്നത്തെ സ്ഥിതിക്ക് കാരണമായിരിക്കുന്ന വ്യക്തി അപ്പോസ്തലനായ പൗലോസാണ് എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്. He said the one person who has influenced the western world the most is Apostle Paul. അപ്പോസ്തലനായ പൗലോസിനേക്കാളും അധികം പാശ്ചാത്യ ലോകത്തെ, ആധുനിക ലോകത്തെ സ്വാധീനിച്ച മറ്റൊരു വ്യക്തിയുമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. അവിടെ പാശ്ചാത്യ ലോകം എന്ന് പറയുമ്പോൾ യൂറോപ്പ്, അമേരിക്ക, അവിടെയൊക്കെയാണല്ലോ ക്രിസ്തീയ വിശ്വാസം ഏറ്റവും പ്രബലമായി തീർന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന വേദഭാഗം, അപ്പോസ്തലനായ പൗലോസ് തൻ്റെ കൂടെയുള്ള ആളുകൾ അവർ എങ്ങനെയാണ് സുവിശേഷവുമായിട്ട് യൂറോപ്പിൽ വന്നെത്തിയത് എന്നതിൻ്റെ ഒരു മുഖവുരയാണ് നമ്മളിന്ന് വായിക്കുന്ന വേദഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദ ഗോസ്പൽ റീച്ചസ് യൂറോപ്പ്. യൂറോപ്പിൽ സുവിശേഷം എത്തുന്നു. അതിനായിട്ട് സുവിശേഷവാഹകന്മാരായി അപ്പോസ്തലനായ പൗലോസും തൻ്റെ കൂടെയുള്ള ആളുകളും അവർ യൂറോപ്പിൽ എത്തുന്നതിനെ സംബന്ധിച്ചാണ്, അതിൻ്റെ തുടക്കമാണ് നമ്മൾ ഈ വേദഭാഗത്ത് വായിക്കുന്നത്. അത് അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 16-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ വായിക്കുന്നു. അവൻ ദർബയിലും ലുസ്രയിലും ചെന്ന് അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തിമോഥെയോസ് എന്നു പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. അവൻ്റെ അപ്പൻ യവനൻ ആയിരുന്നു. അവൻ ലുസ്രയിലും ഇക്കോന്യയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവൻ ആയിരുന്നു. അവൻ തന്നോടുകൂടെ പോരേണമെന്ന് പൗലോസ് ഇച്ഛിച്ചു. അവൻ്റെ അപ്പൻ യവനൻ എന്ന് അവിടങ്ങളിലുള്ള യഹൂദന്മാർ എല്ലാവരും അറിഞ്ഞിരുന്നതിനാൽ അവരെ വിചാരിച്ച് അവനെ പരിച്ഛേദന കഴിച്ചു. അവർ പട്ടണം തോറും ചെന്ന് യെരൂശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു. അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കിയാൽ ഫ്രുഗ്യയിലും ഗലാത്യ ദേശങ്ങളിലും കൂടി സഞ്ചരിച്ചു. മുസ്യയിലെത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിൻ്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല. അവർ മുസ്യ കടന്ന് ത്രോവാസിലെത്തി. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന്, നീ മക്കദോന്യയിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ ഉടനെ മക്കദോന്യയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സമോത്രയിലേക്കും പിറ്റേന്നാൾ നവപ്പോലിക്കും അവിടെ നിന്ന് ഫിലിപ്പയിലേക്കും ചെന്നു. ഈ വേദഭാഗത്തെ പൊതുവെ ആളുകൾ മക്കദോന്യ വിളി എന്നാണ് സാധാരണ പറയാറ്. മക്കദോന്യ എന്ന് പറയുന്നത് യൂറോപ്പ് ആണ്, ഈസ്റ്റേൺ യൂറോപ്പ് എന്ന് ആധുനിക ഭാഷയിൽ നമുക്കതിനെക്കുറിച്ച് പറയാം. യൂഗോസ്ലാവിയ, ചെക്കോസ്ലോവാക്കിയ ആ ഭാഗങ്ങൾ
ഒക്കെ ഉൾപ്പെടുന്നതായിരിക്കുന്ന ഭാഗമാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് ചെല്ലാനായിട്ട് ഒരു ദർശനം ലഭിച്ചതിനെക്കുറിച്ചാണ് അതിൻ്റെ അവസാന ഭാഗം നമ്മൾ വായിക്കുന്നത്. മക്കദോന്യ വിളി, യൂറോപ്പിലേക്ക് സുവിശേഷവുമായി ചെല്ലുവാനുള്ള വിളിയാണ് ഈ മക്കദോന്യ വിളി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആരംഭത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, ഇത് രണ്ടാം മിഷണറി യാത്രയാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ രണ്ടാം മിഷണറി യാത്രയാണ്. 15-ാമത്തെ അധ്യായത്തിൽ യെരുശലേമിലുള്ള കൗൺസിൽ, യെരുശലേമിലുള്ള ആലോചനാ യോഗം, അവിടെ വെച്ച് സുവിശേഷം എന്നത് കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന സത്യമാണ്. അതിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം സൗജന്യമായി രക്ഷ കൊടുക്കും എന്നതാണ് സുവിശേഷം. അതിനോടുകൂടെ ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല എന്ന കാര്യം 15-ാമത്തെ അധ്യായത്തിൽ അവർ നിർണയിച്ചു. 15-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് ബർന്നബാസിനോട് പറഞ്ഞു, നമുക്കൊരുമിച്ച് നമ്മൾ സ്ഥാപിച്ച സഭകൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണുന്നതിനായിട്ട് നമുക്കൊരു പ്രാവശ്യം കൂടെ അവിടേക്കൊരു സന്ദർശനം നടത്താം എന്ന് പറഞ്ഞു. എന്നാൽ ബർന്നബാസ് മർക്കോസിനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ആഗ്രഹിച്ചു. അത് പൗലോസിന് സ്വീകാര്യമായില്ല. അതുകൊണ്ട് അവർ തമ്മിൽ പിരിഞ്ഞു. പൗലോസ് ശീലാസിനെ കൂട്ടി യാത്ര പുറപ്പെടുന്നു. അതാണ് നമ്മൾ 16-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഞങ്ങൾ ടർക്കിയിൽ പോയ കാര്യം നിങ്ങളോട് പറഞ്ഞതായിരുന്നു. അപ്പോൾ നമ്മൾ ടർക്കിയുടെ ആ ഭാഗമാണ് ഇവരുടെ യാത്രയ്ക്കായിട്ട് അവർ തിരഞ്ഞെടുത്ത ഭാഗം എന്ന് പറയുന്നത് അതാണ്. ബർന്നബാസും മർക്കോസും കൂടെ സൈപ്രസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവർ പോയത്. അപ്പോൾ അത് അന്ത്യോക്യ എന്ന് പറയുന്ന ആ പട്ടണത്തിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ നിങ്ങൾ കിഴക്കോട്ട് പോയാൽ പിന്നെ സമുദ്രമാണ്. അത് ഒരു സമുദ്രതീരത്തുള്ള ഒരു പട്ടണം എന്ന് അന്ത്യോക്യയെക്കുറിച്ച് പറയാം. അപ്പോൾ അവിടെ നിന്ന് കപ്പൽ കയറി സൈപ്രസിലേക്ക് പോകാൻ പറ്റും. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് തിരഞ്ഞെടുത്തതായിരിക്കുന്ന വഴി എന്ന് പറയുന്നത് സമുദ്രത്തിൽ കൂടെ കപ്പലിൽ പോകുന്ന ഒരു വഴിയല്ല, നടന്ന് പോകുന്ന കരമാർഗം സഞ്ചരിക്കുന്ന ഒരു വഴിയാണ് പൗലോസ് തിരഞ്ഞെടുത്തത്. അന്ത്യോക്യയിൽ നിന്ന് വടക്കോട്ട് ചെന്ന് ടർക്കി എന്ന് പറയുന്ന അന്ന് ടർക്കി എന്നല്ല അതിൻ്റെ പേര്, കപ്പദോക്യ എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ കിഴക്കോട്ട് യാത്ര ചെയ്യുന്ന ആ യാത്രയാണ് അപ്പോസ്തലനായ പൗലോസിൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്ര. അവിടെ ആ വഴി എന്ന് പറയുന്നത് വളരെ ദുരിതം പിടിച്ച വഴിയാണ്, വളരെ ദുരിതം പൂർണ്ണമായ വഴിയാണ്. പർവ്വതങ്ങൾ കടന്ന് പോകുന്ന, അപ്പോൾ ടോറസ് പർവ്വതനിരകൾ എന്നാണ് ടർക്കിയുടെ തെക്കേ ഭാഗത്തുള്ള പർവ്വതനിരകളെ വിളിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ആ പർവ്വതനിരകൾ കടന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യയിലേക്കും, അല്ലെങ്കിൽ ആദ്യമേ അദ്ദേഹം തൻ്റെ സ്ഥലമായിരിക്കുന്ന തർസോസിലേക്ക്, പിന്നെ തർസോസിൽ നിന്ന് ഗലാത്യ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ലിസ്ട്ര, ഡെർബ, പിന്നെ അന്ത്യോക്യ, പിസിഡിൻ അന്ത്യോക്യ എന്ന ഭാഗങ്ങളിലേക്ക് അദ്ദേഹം പോകാനായിട്ട്, അങ്ങനെ ആ യാത്ര ഈ വളരെ ദുർഘടമായ കരമാർഗമുള്ള ഒരു വഴിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അവർ സുവിശേഷ മിഷനറി പ്രവർത്തനം അതിൻ്റെ ആരംഭകാലം മുതൽ തന്നെ ദുർഘടമേറിയ കാഠിന്യമേറിയ ഒരു സംരംഭമായിരുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസിനെയും കൂടെയുള്ള ആളുകളെയും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ അവർ ദെർബയിലും ലുസ്രയിലും ചെന്നു എന്ന് പറഞ്ഞാണ് 16-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യം ആരംഭിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അപ്പോസ്തലനായ പൗലോസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ സഹപ്രവർത്തകരെ കുറിച്ചാണ്. അവരെക്കുറിച്ചാണ് പ്രധാനമായിട്ടും 2-3 വാക്യങ്ങളിൽ പ്രധാനമായിട്ടും തൻ്റെ സഹപ്രവർത്തകരെക്കുറിച്ച്, വിശേഷാൽ തിമോത്തിയോസ് എന്ന് പറയുന്ന ഒരു സഹപ്രവർത്തനെക്കുറിച്ചാണ് പ്രധാനമായും പറയുന്നത്. അതിൻ്റെ 15-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് തൻ്റെ കൂടെയുള്ള ശീലാസിനെക്കുറിച്ച് ഒരു പ്രസ്താവന നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പ്രാരംഭമായി പറയാൻ ആഗ്രഹിക്കുന്ന പ്രസ്താവന ദൈവത്തിൻ്റെ വേല, മിഷണറി പ്രവർത്തനമെന്ന് പറയുന്നത് അത് ഒരു വ്യക്തി തനിയെ ചെയ്യുന്ന പരിപാടിയല്ല, അല്ലെങ്കിൽ ഒരു ഒറ്റയാൻ പോരാട്ടം അല്ല.
സുവിശേഷ പ്രവർത്തനം അല്ലെങ്കിൽ മിഷണറി പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ഏകാന്ത പതികൻ, ഞാൻ തനിയെ എന്ന് പറയുന്നൊരു പരിപാടിയല്ല. ഇത് സഹകരണത്തിൻ്റെയും ഒരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെയും പരിപാടിയാണ്. ദൈവമക്കൾ ഒത്തുചേർന്നുള്ള സഹകരണത്തിൻ്റെ ഒരു ടീം വർക്കാണ് യഥാർത്ഥത്തിൽ സുവിശേഷ പ്രവർത്തനം, വിശേഷാൽ മിഷണറി പ്രവർത്തനമെന്ന് പറയുന്നത്. ഞാൻ പറയാം, അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു വാക്കുകൂടെ എന്നോട് ചേർത്ത് പറയണം. ആത്മീകന്മാരായ സഹപ്രവർത്തകർ കൂടാതെ വിജയകരമായ രീതിയിൽ നമുക്ക് സുവിശേഷ പ്രവർത്തനം ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ആത്മീകന്മാരായ സഹപ്രവർത്തകരെ കൂടാതെ, നമ്മളോട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് ആത്മീകന്മാരായിരിക്കുന്ന ഈ ആളുകളെ കൂടാതെ നമുക്ക് ഒറ്റയാനായിട്ട് തനിയെ ദൈവത്തിന് വേല ചെയ്യാനായിട്ട് ദൈവം പ്രതീക്ഷിക്കുന്നില്ല. വ്യക്തിബന്ധങ്ങൾ, സഹോദരങ്ങളുമായി ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാനുള്ള ആ കഴിവ്, അതിനുള്ള മനസ്സ്, അതിനുള്ള ആത്മീക നില എന്നത് മിഷണറിമാർക്കും സുവിശേഷ പ്രവർത്തകന്മാർക്കും എല്ലാം ആവശ്യമായ കാര്യമാണ്. ഗോസ്പൽ വർക്ക് കനോട്ട് ബി എ ലോണർ വർക്ക്. ഏകനായി ഒറ്റയാൻ പോരാളിയായി തനിയെ ചെയ്യുന്നൊരു പ്രവർത്തനമല്ല സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത്. അത് ഒരുമിച്ച് ചേർന്നുള്ളതായിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരണം എന്ന് പറയുന്നത് തൻ്റെ 1ാം മിഷണറി യാത്ര, 2ാം മിഷണറി യാത്ര, 3ാം മിഷണറി യാത്ര, ഈ നിലകളിലാണല്ലോ. അപ്പം അവിടെയെല്ലാം നമ്മൾ നോക്കിയാൽ കാണുന്ന കാര്യം, തന്നോട് കൂടെ പ്രവർത്തിക്കാനായി വിശ്വസ്തന്മാരായ, ഭക്തരായ, ആത്മീകന്മാരായ ചില സഹപ്രവർത്തകർ തനിക്കുണ്ടായിരുന്നു എന്നതാണ്. 1ാം മിഷണറി യാത്രയിൽ ബർന്നബാസ് എന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യനോട് കൂടെയാണ് അപ്പോസ്തലനായ പൗലോസ് പ്രവർത്തിച്ചത് നമുക്കറിയാം. തൻ്റെ 2ാം മിഷണറി യാത്രയിൽ ബർന്നബാസിനെ കൂടെ കൊണ്ടുപോകാനായിട്ട് തനിക്ക് സാധിച്ചില്ല. എന്നാൽ തനിക്ക് ലഭിച്ചതായ തൻ്റെ സഹപ്രവർത്തകർ ബർന്നബാസിനെ പോലെയോ ചില നിലകളിൽ ബർന്നബാസിനേക്കാളും മെച്ചമായ നിലയിലുള്ള സഹപ്രവർത്തകരെയാണ് അപ്പോസ്തലനായ പൗലോസിന് ലഭിച്ചത്. ശീലാസ് എന്ന് പറയുന്ന ആൾ, ശീലാസിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല. എന്നാൽ ശീലാസ് എന്ന് പറയുന്നതും സിൽവാനോസ് എന്ന് പറയുന്നതും ഒരേ ആൾ തന്നെയാണ്. ശീലാസ് എന്ന് പറയുന്നതും സിൽവാനോസ് എന്ന് പറയുന്നത് ഒരേ ആൾ തന്നെയാണ്. സിൽവാനോസ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനൊരു ഗ്രീക്ക് പശ്ചാത്തലമാണ്. ഈ ഓസ് എന്ന് പറഞ്ഞതായിരിക്കുന്ന പേരുകളെല്ലാം ഗ്രീക്ക് പശ്ചാത്തലത്തിലുള്ളതായിരിക്കുന്ന പേരുകളാണ്. അപ്പം സിൽവാനോസ് ഗ്രീക്ക് നന്നായിട്ട് അറിയാകുന്ന, ഗ്രീക്ക് പശ്ചാത്തലമുള്ള ഒരു യഹൂദനാണ് എന്ന് സിൽവാനോസിനെ കുറിച്ച് നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ ഗ്രീക്ക് പാണ്ഡിത്യം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ പത്രോസിൻ്റെ 1ാം ലേഖനം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. പത്രോസിൻ്റെ 1ാം ലേഖനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിലെ ഭാഷയെന്ന് പറയുന്നത് സിൽവാനോസിൻ്റെ ഭാഷയാണ്. പത്രോസാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് എന്നുള്ളത് ശരിയാണ്. എന്നാൽ ദ ലാംഗ്വേജ് ഈസ് ആക്ച്വലി സിൽവാനോസ്. സിൽവാനോസിൻ്റെ ഭാഷയാണ് നമുക്ക് 1 പത്രോസിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നല്ല ഭാഷയാകും കേട്ടോ. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ എഴുത്തിനേക്കാളും കൂടുതൽ ഒരു ലിറ്റററി ക്വാളിറ്റി സിൽവാനോസിൻ്റെ അല്ലെങ്കിൽ പത്രോസിൻ്റെ ലേഖനത്തിനുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ പണ്ഡിതനായിട്ടുള്ള, നല്ല ഭാഷാ സ്വാധീനമുള്ള ഒരു മനുഷ്യനായിരുന്നു സിൽവാനോസ് എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ വേറെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹവും അപ്പോസ്തലനായ പൗലോസിനെ പോലെ തന്നെ ഒരു റോമാ പൗരനായിരുന്നു. അപ്പോൾ പൗലോസ് ചില അവസരങ്ങളിലൊക്കെ ആളുകൾ തല്ലാനൊക്കെ വരുന്ന ഉടനെ തൻ്റെ റോമാ പൗരത്വത്തിൻ്റെ കാർഡ് കാണിക്കും. അപ്പോൾ അടിക്കാൻ വരുന്ന ആളുകൾ പെട്ടെന്ന് അടി അവസാനിപ്പിക്കും. കാരണം ചോദിച്ചാൽ അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് റോമാ പൗരത്വത്തിൻ്റെതായിരിക്കുന്ന പ്രൊട്ടക്ഷനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ക്രമീകരണമുണ്ട്. അപ്പോൾ പൗലോസ് മാറി നിൽക്കും, കൂടെയുള്ളതായിരിക്കുന്ന ആൾ റോമാ പൗരനല്ല, അവർക്ക് അടിയും കിട്ടും. അപ്പം അങ്ങനെ ഒരു സംവിധാനമില്ല. അപ്പോസ്തലനായ പൗലോസും ശീലാസും എന്ന് പറയുമ്പോൾ അവർ 2 പേരും ഒരുപോലെ റോമാ പൗരന്മാരായിരുന്നു. മാത്രവുമല്ല, ശീലാസ് എന്ന് പറയുന്ന ആൾ യെരുശലേം സഭയിലെ പ്രമുഖനായ ഒരു വ്യക്തിയായിരുന്നു. യെരുശലേം സഭയിലെ പ്രമുഖനായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ യെരുശലേം സഭയുമായിട്ടും അപ്പോസ്തലനായ പൗലോസിന് ഒരു മെച്ചമായ ബന്ധം ശീലാസ് മുഖാന്തരം ഉണ്ടായി എന്ന് വിചാരിക്കാനായിട്ട് സാധിക്കും. ശീലാസിന് വേറെ ഒരു പ്രത്യേകത എന്താണ്? ശീലാസിന് വേറെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 15-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും കൂടി സുവിശേഷത്തെ സംബന്ധിച്ച ഒരു തീരുമാനമെടുത്തപ്പോൾ
അവർ ഒരു കത്ത് തയ്യാറാക്കി അത് മറ്റ് സ്ഥലങ്ങളിൽ, വിശേഷം അന്ത്യോക്യയിലേക്ക് കൊണ്ടുപോകാനായിട്ട് തിരഞ്ഞെടുത്ത ആൾക്കാരിൽ 2 പേരിൽ ഒരാളാണ് ശീലാസ് എന്ന് പറയുന്നയാൾ. അപ്പം അങ്ങനെ പ്രമുഖനായിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. അതിൻ്റെ ഭക്തിയെ സംബന്ധിച്ചുള്ള പ്രത്യേക പ്രസ്താവനകൾ നമ്മളിവിടെ കാണുന്നില്ല എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ പ്രസ്താവനയോട് അല്ലെങ്കിൽ രണ്ടാമത്തെ വ്യക്തിയോട് ചേർന്ന് നമ്മൾ സഹപ്രവർത്തകന്മാർ ആത്മീയന്മാരായിരിക്കണം എന്നുള്ളതായിരിക്കുന്ന കാര്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവർ ലുസ്ട്രയിൽ ചെന്ന സമയത്ത്, ദർബയിലും ലുസ്ട്രയിലും ചെന്നു. അവിടെ ലിസ്ട്ര എന്ന് പറയുന്ന സ്ഥലത്താണ് തിമോത്തിയോസിൻ്റെ സ്ഥലം. അതാണ് അവിടെ ചെല്ലുന്ന സമയത്ത് വിശ്വാസമുള്ളൊരു യഹൂദ സ്ത്രീയുടെ മകനായി, വിശ്വാസമുള്ളൊരു എന്ന് പറയുന്ന ആ പരിഭാഷയെക്കാളും വിശ്വാസിയായ യഹൂദ സ്ത്രീയുടെ മകനായ തിമോഥെയോസ് എന്നു പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും കൂടെ ചെന്ന് 1ാം മിഷണറി യാത്രയിൽ പ്രവർത്തിച്ച ഒരു സ്ഥലമാണ് ഈ ലിസ്ട്ര എന്ന് പറയുന്നത്. അപ്പോൾ പൗലോസ് പ്രസംഗിച്ച സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട ഒരാളാണ്. അപ്പോൾ രണ്ടാമത് പൗലോസ് അവിടെ വരുന്ന സമയത്ത് ഒരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞാണ് പൗലോസ് വരുന്നത്. അപ്പോൾ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട ഈ തിമോഥെയോസ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന് ഈ 4 വർഷം കൊണ്ട് ഒരുപാട് വളർന്നു കേട്ടോ. ഞാനൊരു കാര്യം പറയാം, ആത്മീയമായി വളരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ ആശ്രയിക്കുന്ന ദൈവമക്കൾക്ക് സാധിക്കുമെന്നാണ് തിമോഥെയോസിൻ്റെ സാക്ഷ്യം നമ്മളോട് പറയുന്നത്. നിങ്ങൾക്ക് ഭക്തന്മാരാകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ പരിജ്ഞാനം നേടുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ദൈവത്തെ അന്വേഷിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടി അത് സാധ്യമാണെന്നാണ് തിമോഥെയോസിനെ പോലെയുള്ള ചെറുപ്പക്കാരൻ്റെ അനുഭവം നമ്മളോട് പറയുന്നത്. അപ്പം ഞാൻ അതിനോട് ചേർത്ത് എന്നോടും നിങ്ങളോടും ചോദിക്കാം, ഭക്തന്മാരാകാൻ ആഗ്രഹമുണ്ടോ? നമ്മൾ സാധാരണഗതിയിൽ സുവിശേഷത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു സാധാരണ വിശ്വാസിയായിട്ടൊക്കെ അങ്ങ് കഴിഞ്ഞാൽ മതി, വലിയ ഭക്തനൊന്നും ആകേണ്ട ആവശ്യമില്ല എന്ന നിലയിലാണ് പലരും ആത്മീയതയെ കാണുന്നത്. അതൊരു ഭയങ്കര നഷ്ടമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം നമ്മളെ രക്ഷിച്ച എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ദൈവത്തിൻ്റെ കൃപകളും അനുഭവിക്കേണ്ടത് അത് നമ്മളുടെ അവകാശമാണ്. അത് സാധിക്കുന്നില്ലെങ്കിൽ അതൊരു ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ ഭക്തന്മാരായി തീരുക, ദൈവത്തിൻ്റെ വചനത്തിൽ പരിജ്ഞാനമുള്ളവരായി തീരുക, ദൈവത്തെ അനുസരിക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരം പ്രാപിക്കുക എന്നത് എല്ലാ വിശ്വാസികളുടെയും ലക്ഷ്യമാകണം. ഇവിടെ തിമോഥെയോസ് എന്ന് പറയുന്നയാൾ അതിൽ വളരെ വിജയിച്ചു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടെ അദ്ദേഹം വിജയിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവൻ ലുസ്ട്രയിലും ഇക്കോന്യയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവൻ ആയിരുന്നു എന്നാണ് ഇവിടെ ലൂക്കോസ് പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, ദൈവവേലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത എന്ന് പറയുന്നത് ദൈവഭക്തിയാണ്. ദൈവവേലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത എന്ന് പറയുന്നത് ദൈവഭക്തിയാണ്. ദൈവഭക്തന്മാരായിരിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ജീവിതത്തിന് രൂപാന്തരം വന്ന ദൈവമക്കളെയാണ് ദൈവവേലയിൽ ദൈവം ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം ആ നിലയിൽ ദൈവവേലയുടെ ഏറ്റവും വലിയ കരുത്തെന്താണ് എന്ന് ചോദിച്ചാൽ, ദൈവം രൂപാന്തരപ്പെടുത്തിയ മനുഷ്യർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ദൈവത്തിൻ്റെ വചനം സത്യസന്ധമായി പറയുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സുവിശേഷ വേലയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. നമ്മളുടെ നടുവിൽ അല്ലെങ്കിൽ നമ്മളുടെ കാലഘട്ടത്തിന് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം എന്താ? വേല ചെയ്യുന്ന ആളുകൾ ഭക്തന്മാരല്ല എന്നതാണ് വലിയ പ്രശ്നം. ദൈവഭക്തന്മാരാകണമെന്നുള്ള നിർബന്ധം സുവിശേഷകന്മാർക്കും ആത്മീയ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾക്കുമില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അവിടെ ദൈവവേല വിജയിക്കണമെങ്കിൽ, ദൈവം പറയുന്ന രീതിയിൽ ദൈവത്തിൻ്റെ വേല ചെയ്യണമെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സുവിശേഷത്താൽ ദൈവം ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിയ മനുഷ്യർക്കാണ് അത് നിവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ ദൈവവേലയിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ അനുഭവിക്കേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ജീവിതങ്ങൾ വരുന്ന രൂപാന്തരമാണ്. അപ്പം ആ നിലയിലാണ് ദൈവം നമ്മളെ ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട് ഒരുക്കുന്നത് എന്ന് പറയാം. വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട്, നിങ്ങളത് കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാരാ പറഞ്ഞത് എനിക്കറിയില്ലെങ്കിലും നല്ല പ്രസ്താവന. അദ്ദേഹം പറഞ്ഞു, ഒരു കാലത്ത് he said that there were
golden bishops with wooden crosses. But now we have wooden bishops with golden crosses. എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കാലത്ത് മരക്കുരിശ് അണിഞ്ഞിരുന്ന, മരക്കുരിശ് ധരിച്ചിരുന്ന സ്വർണം പോലെയുള്ള ബിഷപ്പന്മാരുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത് സ്വർണത്തിൻ്റെ കുരിശ് ധരിച്ച മരം പോലെയുള്ള ബിഷപ്പന്മാരാണ് ഇപ്പോഴുള്ളത് എന്നാണ് അദ്ദേഹം പരാതിപ്പെട്ടത്. He said, there were golden bishops with wooden crosses. But now our problem is that, our bishops are wooden bishops with golden crosses. അതിനെക്കുറിച്ച് തോമസ് അക്വിനാസ് പറഞ്ഞൊരു പ്രസ്താവന നിങ്ങൾ കേട്ട് കാണും അല്ലേ? തോമസ് അക്വിനാസ് പറഞ്ഞ പ്രസ്താവനയുണ്ട്. തോമസ് അക്വിനാസ് 1100കളിൽ കത്തോലിക്ക സഭയിലെ പ്രമുഖനായിരിക്കുന്ന തിയോളജിയനാണ് തോമസ് അക്വിനാസ് എന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹം ഒരു ദിവസം മാർപ്പാപ്പായെ സന്ദർശിക്കാനായിട്ട് ചെന്നപ്പോൾ മാർപ്പാപ്പ ഇങ്ങനെ സ്വർണ്ണ നാണയങ്ങളൊക്കെ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുക. അവിടെ കയറി ചെന്ന തോമസ് അക്വിനാസിനോട് മാർപ്പാപ്പ പറഞ്ഞു, ഏതായാലും പണ്ട് പത്രോസ് പറഞ്ഞ ആ ഒരു ബലഹീനത നമുക്കില്ല, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ ആ ഗതികേട് ഏതായാലും ഇന്ന് സഭയ്ക്കില്ല എന്ന് മാർപ്പാപ്പ പറഞ്ഞു. ഉടനെ തോമസ് അക്വിനാസ് എന്ന് പറഞ്ഞ മറുപടിയും വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേരുന്ന് അടക്കുക എന്ന് പറയുന്ന ശക്തിയും ഇന്ന് സഭയ്ക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല എന്ന ആ ഗതികേട് മാറി എന്നുള്ളത് ശരിയാണ്. പക്ഷെങ്കിൽ ഇന്നാരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്ന ആത്മീയ ശക്തിയുള്ളവരായി ആരുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അത് തന്നെയാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മുടെ പ്രവർത്തനങ്ങൾ വിജയിക്കുന്നത്, ആത്മീയ പ്രവർത്തനങ്ങൾ വിജയിക്കുന്നതിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കൃപയാണ്. എന്നാൽ ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരപ്പെട്ട മനുഷ്യരാണ്. തിമോഥെയോസ് ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു കേട്ടോ. ചില പേടിയും ഭയവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പേടിയും ഭയവും ഒക്കെ ഉണ്ടായിരുന്നു. അവൻ്റെ അപ്പസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതുമ്പോൾ 2-ാം ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞല്ലോ, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, സുബോധത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം, ശക്തിയുടെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയാണ് ദൈവം നൽകിയത് പറയുന്നതിന് മുകളിൽ പറഞ്ഞു, ഈ വിശ്വാസം നിൻ്റെ അമ്മ യുനീക്കിയിലും നിൻ്റെ അമ്മ ലോവീസിലും നിൻ്റെ അമ്മ യുനീക്കിയിലും നിൻ്റെ വലിയമ്മ ലോവീസിലും ഉണ്ടായിരുന്നു എന്ന് പറയും. അപ്പം തിമോഥെയോസിനെ കുറിച്ചുള്ള ചില വിവരങ്ങളൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് യുനീക്ക എന്നായിരുന്നു, വല്യമ്മയുടെ പേര് ലോവീസ് എന്നായിരുന്നു. എന്നാൽ അവർ താമസിച്ച ഈ ലിസ്ട്ര എന്ന് പറയുന്ന സ്ഥലത്ത് യഹൂദന്മാർ കുറവായിരുന്നു എന്നാണ് അതിനെക്കുറിച്ച് പൊതുവെ ആൾക്കാർ പറയുന്നത്. അപ്പം കുറച്ചൊരു സ്വാതന്ത്ര്യമൊക്കെ അവിടെയുള്ള യഹൂദന്മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ യൂനസ് എന്ന് പറയുന്നതായ ഈ ഭക്തിയുള്ള സ്ത്രീ ആയിരുന്നെങ്കിലും ഒരു ഗ്രീക്ക് യവനനെയാണ് അദ്ദേഹം കല്യാണം കഴിച്ചത്. അപ്പം അങ്ങനെ തിമോഥെയോസ് ഒരു പകുതി യഹൂദനും ഒരു പകുതി ഗ്രീക്ക് നിലയിലുള്ള ഒരാളായിട്ടാണ് വളർന്നു വന്നത്. എന്നാൽ യൂനീസും അതുപോലെ തന്നെ ഒരുപക്ഷെ വല്യമ്മയും ഏതായാലും തിമോഥെയോസ് ഇവരെല്ലാം അപ്പസ്തലനായ പൗലോസിൻ്റെ സുവിശേഷം കേട്ട് ഒരുപോലെ രക്ഷിക്കപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയും അവർക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ രൂപപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അതാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവപ്രവർത്തനം എന്ന് പറയുന്നത് ഭക്തന്മാരായ ദൈവം രൂപാന്തരപ്പെടുത്തിയ സുവിശേഷം വ്യതിയാനപ്പെടുത്തിയ ഭക്തന്മാരായ ആളുകളുടെ സഹകരണത്തോടുകൂടെ ഒരുമിച്ചുള്ളതായിരിക്കുന്ന പ്രവർത്തനമാണ് എന്നാണ് ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ ലോണർ. അത് ഏകമായി ചെയ്യുന്ന ഒറ്റയാൻ പോരാട്ടമല്ല സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത്. ദൈവഭക്തന്മാരായിരിക്കുന്ന സഹപ്രവർത്തകരോട് കൂടെ ഒരുമിച്ച് നാം ചെയ്യുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യനും തന്നിൽ തന്നെ പൂർണ്ണനായിരിക്കുന്നയാളല്ല. ആരും തന്നിൽ തന്നെ പൂർണ്ണനായിരിക്കുന്നയാളല്ല. അപ്പം അതുകൊണ്ട് മറ്റ് സഹോദരങ്ങളുടെ സഹായം നമുക്ക് ആവശ്യമാണ്.
തിമോഥെയോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നല്ല മനുഷ്യനൊക്കെ ആയിരുന്നു കേട്ടോ, വളരെ ഭക്തനായിരിക്കുന്ന ആളാണ്, പക്ഷേ ഒരു പേടി ഉള്ള ആളാണ്. അപ്പം അദ്ദേഹത്തെ ധൈര്യപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ആളുകൾ വേണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ ദൈവത്തിൻ്റെ വേല ചെയ്ത് തികയ്ക്കാൻ സാധിക്കുകയില്ല. നമുക്കുള്ളതായിരിക്കുന്ന ബലഹീനതകളെ പരിഹരിക്കുവാൻ, നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന മറ്റ് ദൈവമക്കൾ നമ്മുടെ പ്രവർത്തനത്തിലുണ്ടാകണം. എങ്കിൽ മാത്രമേ ആ പ്രവർത്തനം വിജയിക്കുകയുള്ളൂ. നമുക്ക് തനിയെ ദൈവത്തിൻ്റെ വേല ചെയ്ത് തികയ്ക്കാനായിട്ട് ദൈവം അങ്ങനെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. വിജയകരമായി ദൈവവേല ചെയ്ത അപ്പസ്തലനായ പൗലോസിനെ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ എല്ലായ്പ്പോഴും തന്നോടുകൂടെ പ്രവർത്തിക്കുന്ന ഭക്തന്മാരായ ദൈവ മനുഷ്യർ തന്നോടൊപ്പം ഉണ്ടായിരുന്നു. വിജയിച്ച മറ്റ് അനേകം ആളുകളെ നോക്കിയാലും they were successful because there are some great people working with them. ഭക്തസിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഭക്തസിംഗ് ഇന്ത്യയിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ അനേക ഭാഗങ്ങളിൽ ഒരുപാട് സഭകൾ ആരംഭിച്ച ആളാണ്. അദ്ദേഹത്തോടുകൂടെ പ്രവർത്തിക്കാനായിട്ട് ഭക്തന്മാരായ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. He had a group of very godly people working with him. That was his success. അപ്പം നമുക്ക് പലപ്പോഴും ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയത്തില്ല, വഴക്കാം. നമുക്ക് ഒരുമിച്ച് പോകാനായിട്ട് സാധിക്കുന്ന നിലയിലുള്ള ആത്മീയ പക്വത നമുക്കില്ല പലപ്പോഴും. അത് നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ പരാജയമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ വിജയിക്കണമെങ്കിൽ ഭക്തന്മാരായ സഹപ്രവർത്തകന്മാർ നമുക്ക് ആവശ്യമാണ്. ദൈവത്തിൻ്റെ വേല ഒരു വ്യക്തിയെ കൊണ്ട് ചെയ്ത് തികയ്ക്കാനായിട്ട് ദൈവം ഉദ്ദേശിക്കുന്നില്ല. ഇറ്റ് ഈസ് എ യുണൈറ്റഡ് വർക്ക്. ഇറ്റ് ഈസ് എ വർക്ക് എലോങ് വിത്ത് അതർ പീപ്പിൾ. മറ്റ് സഹോദരങ്ങളോട് ചേർന്ന്, ദൈവമക്കളോട് ചേർന്ന് ഉള്ള ഒരു സംയുക്തമായിരിക്കുന്ന പ്രവർത്തനമാണ് വിജയകരമായിരിക്കുന്ന മിഷനറി പ്രവർത്തനം എന്നതാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം മൂന്നാമത്തെ വാക്യമാണ്. നമ്മൾ പറഞ്ഞു അവൻ തന്നോടുകൂടെ പോരണമെന്ന് പൗലോസ് ഇച്ഛിച്ചു. അവൻ്റെ അപ്പൻ യവനൻ എന്ന് അവിടങ്ങളിലുള്ള യഹൂദന്മാരെല്ലാവരും അറിഞ്ഞിരുന്നതിനാൽ അവരെ വിചാരിച്ച് അവനെ പരിച്ഛേദന കഴിപ്പിച്ചു. ഞാൻ വായിക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ, എനിക്ക് ചിരി വരുന്നുണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഗലാത്യ ലേഖനം നിങ്ങൾ വായിക്കണം. ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ പരിച്ഛേദന കഴിക്കുന്നതിനെതിരെ എന്തൊരു ഭയങ്കര വാദഗതികളും ശബ്ദവുമാണ് അപ്പസ്തലനായ പൗലോസ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ പരിച്ഛേദന കഴിക്കുന്നുവെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല. അപ്പസ്തലനായ പൗലോസ് പരിച്ഛേദന കഴിക്കുന്നതിന് 100% എതിരായിട്ട് നിൽക്കുന്നയാളാണ്. അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞപ്പം തീമോത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിച്ചു. ഇതെന്തൊരു പരിപാടിയാണ്! അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പ്രസംഗങ്ങൾ പലത് കേട്ടിട്ടുണ്ട്. ഞാൻ ആ പ്രസംഗം നടത്തിയ ആൾക്കാരെ വിവരമില്ലാത്ത അധിക പ്രസംഗം പറയുന്ന ആളുകളെന്നാണ് ഞാൻ അവരെക്കുറിച്ച് പറയുന്നത്. അവർ പറയും പൗലോസിൻ്റെ പാപങ്ങൾ, പൗലോസ് ചെയ്തതായിരിക്കുന്ന പാപങ്ങൾ. ബർന്നബാസുമായിട്ട് വഴക്കുണ്ടാക്കി എന്നുള്ളതാണ് ഒന്നാമത്തെ പാപമായിട്ട് അവർ പറയണേ. രണ്ടാമത് പറയുന്നത് തീമോത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിക്കരുതെന്നും പറഞ്ഞ് ഒരുപാട് സംസാരിച്ചതായിരിക്കുന്ന പൗലോസ് ഇപ്പോൾ തീമോത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിച്ചു. അത് ശരി, പൗലോസ് ഒരു കുറ്റവും ചെയ്തില്ല കേട്ടോ. ഇവിടെയാണ് സുവിശേഷ പ്രവർത്തനത്തിൻ്റെ, മിഷനറി പ്രവർത്തനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു പ്രമാണം കിടക്കുന്നത്. മിഷനറി പ്രവർത്തനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു പ്രമാണം അപ്പസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ പരിച്ഛേദന കഴിച്ചതിൽ നിന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ പൗലോസ് പരിച്ഛേദനയ്ക്ക് എതിരായിരിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? പരിച്ഛേദന കഴിച്ചെങ്കിലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പരിച്ഛേദന കഴിച്ചാൽ നിങ്ങളുടെ രക്ഷ കൂടുതൽ മെച്ചമാകും. പരിച്ഛേദന എന്ന് പറയുന്നത് രക്ഷയോടുകൂടെ ചേർക്കാനുള്ളൊരു പരിപാടിയാണ് എന്ന് പറഞ്ഞാൽ അപ്പസ്തലനായ പൗലോസ് അതിനെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കും. എന്നാൽ ഇപ്പോൾ തിമോത്തിയോസ് എന്ന് പറയുന്ന ആൾ യഹൂദനാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാര്യം പരിച്ഛേദന കഴിച്ച ആളല്ല. ഗ്രീക്കാണോ എന്ന് ചോദിച്ചാൽ അല്ല. പകുതി യഹൂദനും പകുതി ഗ്രീക്കുമായിട്ട് നിൽക്കുക. ഇദ്ദേഹത്തെ ഏത് ഗ്രൂപ്പിൽ പെടുത്തണമെന്നുള്ളതിനെക്കുറിച്ച് സംശയമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തെ നമുക്ക് പരിച്ഛേദന കഴിപ്പിക്കാം. അപ്പോൾ ഇദ്ദേഹം യഹൂദനായിട്ട് തീരൂല. മാത്രമല്ല പൗലോസിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കിയാൽ എല്ലായിടത്തും പൗലോസ് ആദ്യമേ ചെല്ലുന്നത് യഹൂദന്മാരുടെ പള്ളിയിലാണ്. യഹൂദന്മാരുടെ പള്ളിയിൽ ചെല്ലുമ്പോൾ ഇവൻ ആരാണ്? ഇവൻ പരിച്ഛേദന കഴിച്ചവനാണോ? ആ ദേശത്തൊക്കെയുള്ള ആളുകൾക്ക്
തിമോത്തിയോസിനെ കുറിച്ചുള്ള പൊതുവായൊരു അറിവുമുണ്ട്. അവിടെ പരിച്ഛേദന കഴിച്ചു കഴിഞ്ഞാൽ യഹൂദന്മാരുടെ മധ്യത്തിൽ പ്രവേശനം ലഭിക്കാനായിട്ട് എളുപ്പമാണ്. അപ്പം അത് ഒരു പ്രമാണമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളുടെ പ്രവർത്തനം, അതായത് ഒരു സംസ്കാരത്തിനും സാഹചര്യത്തിലും സുവിശേഷം പറയുവാൻ ഏറ്റവും അനുയോജ്യമായ നിലയിലുള്ള വ്യതിയാനങ്ങൾ വരുത്തുവാനുള്ള ധൈര്യം എന്നത് സുവിശേഷ പ്രവർത്തനത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ചെയ്തു പരിശീലിച്ചതും നമ്മൾ അറിഞ്ഞതുമായിരിക്കുന്ന രീതികൾ അനുസരിച്ച് തന്നെ ആ രീതികളും ആ പരിപാടികളും ഒന്നും പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ആ രീതികൾ തന്നെ അവലംബിക്കണം എന്നുള്ള നിർബന്ധം പിടിക്കാൻ പാടില്ല. ഒരു സാഹചര്യത്തിൽ, ഒരു പ്രത്യേക സന്ദർഭത്തിൽ, ഒരു പ്രത്യേക സംസ്കാരത്തിൽ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ ഏറ്റവും യോഗ്യമായ ജീവിതശൈലിയും ഏറ്റവും യോഗ്യമായ വസ്ത്രധാരണാ രീതിയും ഏറ്റവും യോഗ്യമായ ആഹാര രീതികളും ഒക്കെ സ്വീകരിക്കണം. അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് മിഷണറി പ്രവർത്തനത്തെ സംബന്ധിച്ച് അതീവ പ്രാധാന്യമുള്ള കാര്യമാണ്. വളരെ പ്രസിദ്ധനായിരിക്കുന്ന ഭക്തസിംഗിന് സാധു സുന്ദർ സിംഗ് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ സുവിശേഷം നമ്മൾ ആളുകൾക്ക് കൊടുക്കുമ്പോൾ അത് നമ്മൾ വളരെ മനോഹരമായിരിക്കുന്ന ചൈന പാത്രത്തിൽ സ്പൂണും ഫോർക്കും ഇട്ടൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, മൺപാത്രത്തിൽ അങ്ങോട്ട് കൊടുത്തേച്ചാൽ മതി, അല്ലെങ്കിൽ ഇലക്കുമ്പിളിൽ കൊടുത്താൽ മതി. ആളുകൾക്ക് സ്വീകരിക്കാനായിട്ട് ഏതാണോ എളുപ്പം ആ രീതിയിൽ സുവിശേഷം കൊടുത്താൽ. സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം വ്യത്യാസപ്പെടുത്തരുത് കേട്ടോ, പക്ഷെ അത് കൊടുക്കുന്ന പാത്രം, അതിനുപയോഗിക്കുന്നതായിരിക്കുന്ന രീതി, അത് ആ സംസ്കാരത്തിനും ആളുകൾക്കും ഒക്കെ സ്വീകാര്യമായ, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന ആ ഒരു രീതിയിലേക്ക് വ്യത്യാസപ്പെടുത്താനുള്ള ധൈര്യം എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ധൈര്യമാണ്. അത് സുവിശേഷവൽക്കരണത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ്റെ ദൈവമേ, നമ്മുടെ എങ്ങാനും പല സഹോദരന്മാരെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരെക്കുറിച്ചും അല്ല. നമ്മളുടെ രീതി എന്ന് പറയുന്ന ആ പരിപാടി ഏതെങ്കിലും ഒരു അല്പം വ്യത്യാസപ്പെടുത്തിയാൽ ആൾ പണങ്ങും കേട്ടോ. ഒരു സഹോദരൻ പറഞ്ഞു, ഞാൻ സഭ വിട്ടു പോവാൻ. എന്താന്ന് ചോദിച്ചു, പറഞ്ഞു, നിങ്ങൾ കർത്താവിൻ്റെ പ്രാർത്ഥന പറഞ്ഞില്ലയോ? അയ്യോ, അത് ഭയങ്കരമല്ലയോ? കർത്താവിൻ്റെ പ്രാർത്ഥന പറഞ്ഞ് നമ്മളെന്ത് ചെയ്യണം? സഭ വിട്ടു പോകണം. അയ്യോ, അതൊരു ഭയങ്കര പരിപാടിയാണല്ലോ. പ്രിയമുള്ളവരെ, ഞാൻ പറയാം, ഈ കോട്ടും സൂട്ടും ഈ പരിപാടികളും ഒക്കെ ധരിച്ച് പാശ്ചാത്യമാണ് ഈ സുവിശേഷം എന്നുള്ളതായിരിക്കുന്ന ധാരണ നമ്മൾ സമൂഹത്തിൽ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഭാരത സംസ്കാരത്തിന് അല്ലെങ്കിൽ ആളുകൾക്ക് പരിചയമുള്ള രീതിയിൽ ആ നിലയിലുള്ള വസ്ത്രധാരണവും ആ നിലയിലുള്ള ആഹാര രീതികളും ആ നിലയിലുള്ള പരിപാടികളും ഒക്കെ സ്വീകരിക്കുവാനുള്ളത് സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അപ്പം ആ നിലയിലുള്ള അതിനെയാണ് നമ്മൾ പറയുന്നത് കോണ്ടക്ച്വലൈസേഷൻ എന്നാണ് മിസിയോളജിസ്റ്റുകൾ അതിനെ വിളിക്കുന്നത്. മിസിയോളജികൾ വിളിക്കും, യു ഹാവ് ടു കോണ്ടക്ച്വലൈസ് ദ ഗോസ്പൽ. സുവിശേഷം ഒരു സംസ്കാരത്തിൽ, ഒരു പ്രത്യേക സമൂഹത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് സ്വീകരിക്കുവാൻ കഴിയുന്ന രീതിയിൽ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം വ്യത്യാസപ്പെടുത്തരുത്. എന്നാൽ സുവിശേഷം പറയുന്ന രീതി, അതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾ, അതൊക്കെ പ്രമാണങ്ങളും ഉപദേശങ്ങളും വ്യത്യാസപ്പെടുത്തരുത്. എന്നാൽ അതിൻ്റെ രീതികൾ വ്യത്യാസപ്പെടുത്താനായിട്ട് സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു വളരെ വ്യക്തമായ ഒരു തെളിവാണ് അപ്പസ്തലനായ പൗലോസ് സ്വീകരിച്ച തിമോത്തിയോസിനെ പരിച്ഛേദന കഴിച്ചു എന്ന് പറയുന്ന കാര്യത്തിൽ അദ്ദേഹം അതാണ് ചെയ്തത്. അവിടെ ഈ കോണ്ടക്ച്വലൈസേഷനിൽ ഒരു അപകടം ഞാൻ പറയാം, അതും കൂടെ പറയാം. കോണ്ടക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ രീതികൾ വ്യത്യാസപ്പെടുത്തുന്നു എന്ന് പറയുമ്പോഴുള്ള അപകടത്തെക്കുറിച്ചും പറയാം. അതിന് പറയുന്നത് സിൻക്രറ്റിസം എന്നാണ് പറയുന്നത്. സിൻക്രറ്റിസം നമ്മളുടെ, അതായത് നമ്മുടെ എല്ലാ മതങ്ങൾ, അല്ലെങ്കിൽ വേൾഡ് ക്രിസ്ത്യൻ കൗൺസിൽ, WCC അല്ലേ, വേൾഡ് ക്രിസ്ത്യൻ കൗൺസിൽ എന്ന് പറയുന്നതായിരിക്കുന്ന ആളുകൾ അവർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മനുഷ്യർക്ക് സ്വീകാര്യമായ രീതികൾ മാത്രമല്ല സന്ദേശവും മാറ്റും. ഈ പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ സുവിശേഷം മാറ്റിയിട്ട് ആളുകൾക്ക് സുവിശേഷം ഒഫെൻസീവാണ് എന്നുള്ളത് കൊണ്ട് സുവിശേഷം മാറ്റി ആളുകൾ സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം വ്യത്യാസപ്പെടുത്തുന്ന രീതി, അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് സിൻക്രറ്റിസം എന്ന് പറയും. സന്ദേശം നഷ്ടപ്പെട്ടു, സുവിശേഷം നഷ്ടപ്പെട്ടു, ഉപദേശം നഷ്ടപ്പെട്ടു. എന്തിനാണെന്ന് ചോദിച്ചാൽ ആളുകൾക്ക് ഇതൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞങ്ങളത് പറയില്ല. അത് അപകടകരമായ കാര്യമാണ്.
ഒരു പ്രസ്താവന നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഞാനത് ഒന്നും കൂടെ ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് മാറ്റുവാൻ പാടില്ലാത്ത കാര്യങ്ങളെ പിടിച്ചുകൊള്ളുകയും മാറ്റുവാൻ സ്വാതന്ത്ര്യമുള്ള കാര്യങ്ങളെ മാറ്റുകയും ഇവ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ കഴിയുകയും ചെയ്താൽ നമ്മൾ വിജയിച്ചു എന്ന് നമുക്ക് പറയാം. മാറ്റുവാൻ കഴിയാത്ത കാര്യങ്ങളെ ഒരു നിലയിലും മാറ്റിക്കളയരുത്. അതിനെ പിടിച്ചുകൊള്ളുവാനുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ മാറ്റാൻ സ്വാതന്ത്ര്യം തന്നിരിക്കുന്ന കാര്യങ്ങളെ മാറ്റാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാകണം. ഇത് തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനുള്ള പരിജ്ഞാനവും നമുക്ക് വേണം. അവിടെ അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു പ്രമാണമാണ്. ഒരു സംസ്കാരത്തിൽ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ സുവിശേഷം പറയാനായിട്ട് ചെല്ലുമ്പോൾ അവർക്ക് സ്വീകാര്യമായ സുവിശേഷത്തിൻ്റെ വർധനവിന് അനുകൂലമായ രീതിയിലുള്ള രീതികൾ നമ്മൾ സ്വീകരിക്കണം എന്നതാണ് ഞാനതിൽ നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവിടെ ഇപ്പോൾ തിമോത്തിയോസിനെയും കൊണ്ട് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന ഒരു പ്രശ്നമില്ല. തിമോത്തിയോസിനെ അവർ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കും. കാരണം അദ്ദേഹം ഒരു പൂർണ്ണ യഹൂദനായ ആളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എഫ് ബ്രൂസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, അപ്പസ്തലനായ പൗലോസിനെ സംബന്ധിച്ച് തിമോത്തിയോസിന് നൽകിയ പരിച്ഛേദന എന്ന് പറയുന്നത് അത് ഒരു റിലീജിയസ് റൈറ്റ് അല്ലെങ്കിൽ മതപരമായിരിക്കുന്ന ഒരു കർമ്മം ആയിരുന്നില്ല, പിന്നെയോ പ്രായോഗിക ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു ഫിസിക്കൽ സർജറി മാത്രമായിരുന്നു എന്നാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞത്. ഇറ്റ് വാസ് ജസ്റ്റ് എ ഫിസിക്കൽ സർജറി, എ സ്മോൾ ഫിസിക്കൽ സർജറി ഫോർ പ്രാക്ടിക്കൽ പർപ്പസസ്. പ്രായോഗികമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സർജറി ആയിട്ടാണ് പരിച്ഛേദന അപ്പസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ സംബന്ധിച്ച് അദ്ദേഹം കണ്ടത് ആ നിലയിലാണ്. എന്നാൽ അതൊരു റിലീജിയസ് റൈറ്റായിട്ട് സുവിശേഷത്തെ മെച്ചപ്പെടുത്തുവാൻ അങ്ങനെ പരിച്ഛേദന ചെയ്തവർ മാത്രമേ പൂർണ്ണമായും രക്ഷിക്കപ്പെടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ പൗലോസ് ഒരിക്കലും അത് സമ്മതിച്ചു കൊടുക്കുകയില്ല. അപ്പോൾ ആ സ്വാതന്ത്ര്യം നമ്മൾ മനസ്സിലാക്കണമെന്നുള്ളതാണ് ഞാൻ രണ്ടാമത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അഡാപ്റ്റബിലിറ്റി ആൻഡ് കോണ്ടെക്സ്ച്വലൈസേഷൻ ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തെ പറയാനായിട്ട് അതിനാവശ്യമില്ലാത്ത നിയന്ത്രണങ്ങളും നിബന്ധനകളും ഒന്നും സുവിശേഷത്തിൻ്റെ മേൽ നമ്മൾ അടിച്ചേൽപ്പിക്കരുത്. ഉത്തരേന്ത്യയിലും മറ്റും ഞാൻ അത്രയും അങ്ങനെ ഉത്തരേന്ത്യയിലൊന്നും പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇവിടെ നിന്ന് പോയതായിരിക്കുന്ന നമ്മുടെ ചില സഹോദരന്മാർ ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ ചില മനുഷ്യരുടെ വിശേഷാൽ സഹോദരിമാരുടെ മേൽ അടിച്ചേൽപ്പിച്ചത് അവർക്ക് വലിയ ഭാരമായി. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, എങ്കിലും അത് വലിയ ഭാരമായി എന്ന് ഞാൻ അവരുടെ സാക്ഷ്യത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്. സോ വാട്ട് ഈസ് എസെൻഷ്യൽ? ഏതാണ് മാറ്റുവാൻ കഴിയാത്ത കാര്യങ്ങൾ, ഏതാണ് മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾ? ഒരു നുഖമായി, ഒരു ഭാരമായി നമ്മളുടെ സംസ്കാരവും നമ്മളുടെ രീതികളും സുവിശേഷത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് അന്യായമാണ്, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് അപ്പസ്തലനായ പൗലോസ് പറയുന്നത്. പൗലോസിൻ്റെ ഈ തീരുമാനം അല്ലെങ്കിൽ ഈ സമീപനം 1 കൊരിന്ത്യർ 9-ാമത്തെ അധ്യായത്തിൽ താൻ വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, യഹൂദന്മാരുടെയിൽ സുവിശേഷം പറയാനായിട്ട് ഞാൻ ചെല്ലുമ്പോൾ ഞാനൊരു യഹൂദനെ പോലെയാണ് പെരുമാറിയത് എന്ന് പറഞ്ഞു. എന്നാൽ ജാതികളുടെ ഇടയിൽ ഞാൻ സുവിശേഷം പറയാനായിട്ട് ചെന്നപ്പോൾ ഒരു ജാതീയനെ പോലെയാണ് ഞാൻ ജീവിച്ചത്. സുവിശേഷത്തിന് വേണ്ടി എന്തും ഏതുമായി തീരുവാൻ, ഏത് വേഷവും ധരിക്കുവാൻ, ഏത് നിലയിലേക്കും രൂപപ്പെടുവാൻ ഞാൻ മനസ്സുള്ളവനാണ് എന്നാണ് അപ്പസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രവർത്തനത്തിനായിട്ട് ചെല്ലുന്ന ആളുകൾ ഒരിക്കലും ബൈബിൾ നിലത്ത് വയ്ക്കരുത് കേട്ടോ. ഒരിക്കലും ബൈബിൾ, അപ്പം സാധാരണഗതിയിൽ ചെയറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നിലത്ത് വയ്ക്കില്ല. നിലത്തിരിക്കുന്ന ആളുകളാണ് എങ്കിൽ ബൈബിൾ നിലത്ത് വയ്ക്കുക എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവൻ്റെ പുസ്തകം, വിശുദ്ധ പുസ്തകം നിലത്ത് വയ്ക്കുക എന്ന് പറയുന്നത് ഭയങ്കര അപമാനകരമാണ്. അവിടെ നമ്മൾ മുസ്ലിങ്ങളുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ പുസ്തകത്തിന് ആ പുസ്തകം എന്നുള്ള നിലയിലുള്ള പ്രാധാന്യമില്ലെങ്കിലും അത് ദൈവത്തിൻ്റെ വചനമാണ് എന്ന് പറയുന്നത് കൊണ്ട് ആ പുസ്തകത്തിന് തന്നെ ഒരു പ്രത്യേകമായ പ്രാധാന്യം അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ മാത്രമേ നമുക്ക് ബൈബിളിനെയും പരിഗണിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ബൈബിളിൻ്റെ മേൽ കാലെടുത്ത് വയ്ക്കുകയോ ബൈബിളിനെ നിലത്ത് വയ്ക്കുകയോ ഒക്കെ ചെയ്താൽ അത് വളരെ അപമാനകരമായ, അല്ലെങ്കിൽ അവർക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ ഒരു സ്നേഹിതൻ പറഞ്ഞ പ്രസ്താവന ഞാൻ ഓർക്കുന്നത്, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നയാളാണ്. പന്നിയിറച്ചി നല്ല രുചിയുള്ള സാധനമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏതായാലും ഞാൻ പന്നിയിറച്ചി കഴിക്കാനായിട്ട് തീരുമാനിച്ചില്ല. കാരണം ഞാൻ പന്നിയിറച്ചി കഴിച്ചു എന്ന് എൻ്റെ
കൂട്ടത്തിലുള്ള ബന്ധുക്കൾ ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് അവരോട് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. നീ പന്നിയെ തിന്നുന്നവനാണോടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സുവിശേഷം പറയാൻ പറ്റില്ല. അതുകൊണ്ട് പന്നിയിറച്ചി നന്നായിരിക്കാം, അത് നല്ല രുചിയുള്ള ഭക്ഷണമായിരിക്കാം, എന്നാൽ സുവിശേഷത്തിൻ്റെ പ്രഘോഷണം ആണ് എന്നെ സംബന്ധിച്ച് മുഖ്യമെന്നുള്ളത് കൊണ്ട് ഞാനത് ഭക്ഷിക്കുകയില്ല. ഞാനങ്ങനെ ഭക്ഷിച്ചു എന്നുള്ള കാര്യം ഞങ്ങളുടെ സഹോദരന്മാരാരും അറിയാനൊരു അവസരം ഉണ്ടാകാൻ പാടില്ല എന്ന് അദ്ദേഹം. അപ്പം ഞാൻ പറഞ്ഞു, യു ഹാവ് ടു ബി സെൻസിറ്റീവ്. ആളുകൾ സുവിശേഷം സ്വീകരിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള വസ്ത്രധാരണ രീതി, ആഹാര രീതി, നമ്മളുടെ ഇടപാടുകൾ, സംസാരം, ഇതൊക്കെ ആ നിലയിൽ ക്രമപ്പെടുത്തുവാനുള്ള ഒരു ബാധ്യത സുവിശേഷവൽക്കരണത്തെ സംബന്ധിച്ച് നമുക്കുണ്ട്. അപ്പോൾ അതാണ് ഞാൻ രണ്ടാമത് പറയുന്നത്, കോണ്ടെക്സ്ച്വലൈസേഷൻ വിത്തൗട്ട് സിങ്ക്രറ്റിസം. ഉപദേശവും ദൈവത്തിൻ്റെ വചനവും സുവിശേഷവും ഒന്നും മലിനപ്പെടുത്താതെ, എന്നാൽ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്ന കാര്യങ്ങളിൽ സ്വാതന്ത്ര്യം എടുക്കുവാനുള്ള ആവശ്യം നമുക്കുണ്ട്. ചില സഹോദരങ്ങളോട് എനിക്കുള്ള വിയോജിപ്പ്, അല്ലെങ്കിൽ ഞാനത് വായിച്ചതാണ് കേട്ടോ. അപ്പം എന്തുകൊണ്ടാണ് അപ്പസ്തല പ്രവൃത്തികളിൽ സഭകൾ കൂടി വരുന്നത് ഇങ്ങനെയായിരിക്കണം, സഭയുടെ പരിപാടികൾ ഇങ്ങനെയായിരിക്കണം, ഇങ്ങനെ വേണം ചെയ്യാൻ എന്നുള്ളതായിരിക്കുന്ന വിശദാംശങ്ങൾ പറയാൻ ചില കാര്യം എന്താ? അപ്പസ്തല പ്രവൃത്തികൾ നമ്മൾ 16-ാമത്തെ അധ്യായം വരെ പഠിച്ചല്ലോ. അവിടെ എങ്ങും ഈ നിലയിൽ വേണം നിങ്ങൾ ഒരുമിച്ച് കൂടി വരാനായിട്ട്, ഇന്ന സ്ഥലത്ത് വേണം നിങ്ങൾ കൂടി വരാനായിട്ട്, കൂടി വരുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ക്രമം ഇതാണ് എന്നൊന്നും കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടില്ല. അപ്പസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം, കൂട്ടായ്മയെ ആചരിക്കണം, അപ്പം നുറുക്കണം, പ്രാർത്ഥന കഴിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ശരിയാണ്. എന്നാൽ അതിൻ്റെ രീതികളെ സംബന്ധിച്ച് വളരെ കൃത്യമായ രീതിയിലൊരു വിശദീകരണം നൽകാത്തതിൻ്റെ കാരണം അതിനെ സംബന്ധിച്ച് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. സുവിശേഷം ഏത് സംസ്കാരത്തിലും ഏത് ഇടത്തും പ്രവർത്തിക്കുവാൻ കഴിയുന്ന നിലയിലാണ് സുവിശേഷത്തെ ദൈവം ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ആ നിലയിലാണ് സഭകളെ ദൈവം ക്രമപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കുള്ള സ്വാതന്ത്ര്യം ആ വിഷയത്തിലുണ്ട്. ആദ്യമായിട്ട് കേരളത്തിൽ തദ്ദേശിക സഭ, അല്ലെങ്കിൽ അന്ന് പ്രാദേശിക സഭകളെന്ന് നമ്മൾ വിളിച്ചിരുന്നത്, അത് തുടങ്ങിയെന്ന് ചോദിച്ചാൽ ഒരു മാവിൻ്റെ ചുവട്ടിലാണ്. ഒരു മാവിൻ്റെ ചുവട്ടിലാണ്. അവിടെ ഒരു 5 ആൾക്കാർ, ഒരു സ്നാനപ്പെട്ടതായിരിക്കുന്ന 5 സഹോദരിമാരൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അവരൊരു മാവിൻ ചുവട്ടിലാണ് കൂടത്. മാവിൻ ചൂട്ടി കൂടാൻ പറ്റുമോ? കേട്ടോ, സാധിക്കുമെന്ന്. അതിനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സഭയെന്ന് പറയുന്നത് കെട്ടിടമോ അങ്ങനെയുള്ള പരിപാടികളോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ മക്കൾ ഒരുമിച്ചുകൂടി ദൈവത്തിൻ്റെ വചനം, സുവിശേഷം വിശ്വസിച്ച ദൈവമക്കൾ ഒരുമിച്ചുകൂടി ദൈവവചനം പഠിക്കുകയും ദൈവം അവരെ ഏൽപ്പിച്ചതായ ദൗത്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യാനായിട്ടുള്ള ആ ക്രമീകരണത്തെയാണ് ദൈവത്തിൻ്റെ സഭയെന്ന് പറയുന്നത്. അപ്പോൾ ആ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കണമെന്നുള്ളതാണ് ഞാൻ രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ അതിനോട് ചെറുതൊരു കാര്യം പറയാം. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു. ദൈവത്തിൻ്റെ രീതിയിൽ ദൈവത്തിൻ്റെ വേല ചെയ്യാനായിട്ട് ദൈവമക്കൾ മനസ്സ് വയ്ക്കുമ്പോൾ ദൈവം ആ വേലയെ അനുഗ്രഹിക്കാം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ രീതി അനുസരിച്ച്, അല്ലെങ്കിൽ ദൈവഭക്തന്മാരായിരിക്കുന്ന ആളുകൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവവേല ചെയ്യുവാൻ തീരുമാനിച്ചാൽ ദൈവം അവരെ അനുഗ്രഹിക്കുവാൻ അതിന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അവർ എണ്ണത്തിലും പെരുകി, അതുപോലെ തന്നെ വിശ്വാസത്തിൽ ഉറക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു. അപ്പം നമ്മൾ പുരോഗമിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഈ 2 മേഖലകൾ ശ്രദ്ധിക്കണം കേട്ടോ. വിശ്വാസത്തിലുള്ള ഉറപ്പ്, വിശ്വാസത്തിൽ അതിനെക്കുറിച്ചുള്ള പരിജ്ഞാനം, ജീവിതത്തിൻ്റെ രൂപാന്തരം, വിശ്വാസത്തിലുള്ളതായിരിക്കുന്ന സ്ഥിരത, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ അവിശ്വാസികളുടെ രക്ഷപ്പെടൽ അല്ലെങ്കിൽ മാനസാന്തരം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. അവിശ്വാസികൾ രക്ഷിക്കപ്പെടണം, വിശ്വാസത്തിൽ ഉറയ്ക്കണം. അതാണ് ദൈവത്തിൻ്റെ വേലയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ക്രമീകരണം. അതാണ്. അപ്പോൾ എണ്ണത്തിൽ പെരുകണം, അതുപോലെ തന്നെ വിശ്വാസത്തിൽ ഉറയ്ക്കണം. ദൈവഹിത പ്രകാരമുള്ള വേല ചെയ്യാൻ ദൈവമക്കൾ തീരുമാനിച്ചാൽ ദൈവം ആ നിലയിലുള്ള അനുഗ്രഹം തരും എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ശരി, മൂന്നാമത്തെ കാര്യം കൂടെ ഞാൻ വേഗത്തിൽ പറയാം. അതെന്താണെന്ന് ചോദിച്ചാൽ, അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കിയാൽ ഫ്രുഗ്യയിലും ഗലാത്യ ദേശങ്ങളിലും കൂടി സഞ്ചരിച്ചു. മുസ്യയിലെത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിൻ്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. അവർ മുസ്യ കടന്ന് ത്രോവാസിലെത്തി
അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന്, നീ മക്കദോന്യ കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ ഉടനെ മക്കദോന്യക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. അവിടെ ദൈവവേലയെക്കുറിച്ച്, എവിടെയാണ് വേല ചെയ്യേണ്ടത്, എവിടേക്കാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു തീരുമാനമെടുക്കുന്നത് എങ്ങനെയാണ്, ദൈവഹിതം എങ്ങനെയാണ് ദൈവവേലയെ സംബന്ധിച്ച് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് എന്നതാണ് ഞാൻ മൂന്നാമത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ പറയാം, ഒരു സൂപ്പർ നാച്ചുറൽ ഡിമെൻഷൻ ഇല്ലാത്ത വേല ദൈവത്തിൻ്റെ വേലയല്ല. ദൈവികമായ കരം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാത്ത, നമ്മൾ പറയുമ്പോൾ ഒരു വ്യക്തമായ നിലയിൽ നമ്മൾ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ കരമൊന്നും ഇങ്ങനെ നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല കേട്ടോ, അത് ശരിയാണ്. എന്നാൽ if there is no intervention of the hand of God upon a work, it is not a spiritual work. ആത്മീകമായിരിക്കുന്നൊരു തലം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശം, നിയന്ത്രണം, ഇതൊന്നും ഇല്ലാത്ത പരിപാടി യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പരിപാടിയല്ല. അതിനെക്കുറിച്ചൊരു ഒരാൾ പറഞ്ഞ പ്രസ്താവന, ഒരു പ്രസംഗൻ പറഞ്ഞ പ്രസ്താവന ഞാൻ പറയാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടുപോയാൽ, പരിശുദ്ധാത്മാവ് വിട്ടുപോയി എന്നുള്ള കാര്യം എത്ര നാൾ കഴിഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് അദ്ദേഹം ചോദിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിട്ടുപോയി, അവൾ വിട്ടുപോയി എന്നുള്ള കാര്യം തിരിച്ചറിയാനായിട്ട് എത്ര കാലം എടുക്കും? പിറ്റേ ആഴ്ച വന്നപ്പം നോക്കരുതോ? ദൈവസഹായം കൂടാതെ തന്നെ ദൈവത്തിൻ്റെ വേല ചെയ്യാൻ പറ്റുമെന്നൊരു നില അപകടകരമായിരിക്കുന്ന നിലയാണ്. ദൈവത്തിൽ ആശ്രയിക്കാതെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്നത് അപകടകരമായിരിക്കുന്ന ചിന്തയാണ്. ദൈവം സഹായിക്കാതെ ദൈവത്തിൻ്റെ വേല വിജയിപ്പിക്കുവാൻ കഴിയും എന്ന് ചിന്തിക്കുന്നത് അപകടകരമായ കാര്യമാണ്. മോശ പറഞ്ഞ പ്രസ്താവന നാം നിരന്തരം പറയേണ്ടതായിരിക്കുന്ന പ്രസ്താവന തന്നെയാണ്. കർത്താവേ, നീ ഞങ്ങളോടുകൂടെ വരുന്നില്ലെങ്കിൽ നീ ഞങ്ങളെ അയക്കരുത് എന്ന് പറഞ്ഞു. If you are not coming with us, don't send us. നീ ഞങ്ങളോടുകൂടെ വരുന്നില്ല എങ്കിൽ നീ ഞങ്ങളെ അയക്കരുത്. ദൈവമില്ലാത്ത ദൈവത്തിൻ്റെ വേല എന്ന് പറയുന്നത് അത് പ്രയോജനരഹിതമായിരിക്കുന്ന പരിപാടിയാണ്. ദൈവം നടത്തുന്നു, ദൈവം നിയന്ത്രിക്കുന്നു, ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോടുകൂടെ ഉണ്ട്, ദൈവത്തിൻ്റെ കരം ഞങ്ങൾക്ക് അനുകൂലമാണ് എന്ന നില ദൈവത്തിൻ്റെ വേലയിൽ അനിവാര്യമായ കാര്യമാണ്. ഇപ്പോഴും എല്ലായിടത്തും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമെന്നല്ല ഞാനീ പറയുന്നത്. എന്നാൽ we can see the hand of God. ദൈവത്തിൻ്റെ സഹായം, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ നിയന്ത്രണം, ദൈവത്തിൻ്റെ ആലോചന, ഇത് നമ്മുടെ മധ്യത്തിലുണ്ട് എന്ന് ഉറപ്പാക്കുവാൻ ആവശ്യമായിരിക്കുന്നു. അങ്ങനെ ഉറപ്പാക്കാനായിട്ട് ആവശ്യമായിരിക്കുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് ദൈവഹിതം കണ്ടുപിടിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഇവിടെ എങ്ങനെയാണ് അപ്പോസ്തലനായ പൗലോസ് ആസിയിൽ വചനം പ്രസംഗിക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല കേട്ടോ. എങ്ങനെയാണ് പറഞ്ഞത്? ഒരു പക്ഷേ പ്രവാചകന്മാരിൽ കൂടെ ആയിരിക്കാം, നമുക്കറിയില്ല. ആസിയിലോട്ട് പോകേണ്ട. അവിടെ നിങ്ങൾ ടർക്കിയുടെ ആ സദേൺ ഭാഗം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഈ നമ്മൾ ലിസ്ട്ര, ഡെർബ എന്നൊക്കെ പറയുന്ന സ്ഥലം തുടങ്ങി പിന്നീട് നമ്മൾ കിഴക്കോട്ട് പോയാൽ അങ്ങ് ഏജിയൻ കടൽ വരെയുള്ളതായിരിക്കുന്ന സ്ഥലത്തെയാണ് ആസിയ എന്ന് വിളിച്ചിരുന്നത്. അതിനെയാണ് ഇന്നത്തെ ഏഷ്യ അല്ല കേട്ടോ, 1-ാം നൂറ്റാണ്ടിലെ ഏഷ്യ എന്ന് പറയുന്നത് അതല്ല. മിഡിൽ ഈസ്റ്റിലുള്ളതായിരിക്കുന്ന എന്ന് പറയുന്നത് നമ്മളെന്താ പറയുക, ഏഷ്യ മൈനർ എന്ന് നമ്മളതിനെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ തുർക്കിയുടെ മധ്യഭാഗം തുടങ്ങി പിന്നെ കിഴക്കോട്ട് ആ സമുദ്രതീരത്തിലൂടെ അങ്ങനെ പോയി അങ്ങ് അവസാനം ചെന്നാൽ നമുക്ക് ആ ഏഷ്യൻ കടൽ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അവിടെ വരെ ഉള്ളതായിരിക്കുന്ന സ്ഥലത്തെയാണ് ആസിയ എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമെന്ന് പറഞ്ഞിരുന്നത് എഫേസോസാണ്. അപ്പോൾ പൗലോസിൻ്റെ തീരുമാനമെന്ന് പറയുന്നത് അവർ പുറപ്പെട്ട് എഫേസോസിലേക്ക് ചെന്ന് അവിടെ സുവിശേഷം പറയണം, അവിടെ സുവിശേഷത്തിൻ്റെ ഒരു കേന്ദ്രം സ്ഥാപിക്കണം എന്നുള്ള തീരുമാനത്തോടു കൂടെയാണ് അപ്പോസ്തലനായ പൗലോസ് പുറപ്പെടുന്നത്. അപ്പോൾ
ഒരു കമൻറ്റേറ്റർ പറഞ്ഞ പ്രസ്താവന ഞാൻ എന്നോട് ചേർത്ത് പറയാം. ദൈവത്തിൻ്റെ വേലയിൽ ആലോചനയും തീരുമാനങ്ങളും കൊണ്ട് കിട്ടോ, അല്ലാതെ വെറുതെ അങ്ങ് പോവുകയല്ല. ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൽ ആലോചനയും തീരുമാനവും അന്വേഷണവും പഠനവും ഒക്കെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിചയത്തിൽ, അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ സുവിശേഷം പറയാനായിട്ട് കൊള്ളാകുന്ന ഒരു സ്ഥലമാണ് ആസിയ, അല്ലെങ്കിൽ എഫേസോസ് എന്ന് പറയുന്ന പട്ടണം എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അപ്പം അവിടേക്ക് പോകണം എന്നുള്ള തീരുമാനത്തോടു കൂടിയാണ് അപ്പോസ്തലനായ പൗലോസ് പോകുന്നത്. അപ്പോൾ ഞാൻ പറയാം, വി നീഡ് ടു ഹാവ് പ്ലാൻസ്. സുവിശേഷ പ്രവർത്തനത്തെ സംബന്ധിച്ച്, ജീവിതത്തെ സംബന്ധിച്ചൊക്കെ നമുക്കൊരു കാഴ്ചപ്പാട്, ഒരു പദ്ധതി, ഒരു പ്ലാൻ നമുക്ക് ആവശ്യമാണ്. അതിനെക്കുറിച്ച് അന്വേഷിക്കണം, ചിന്തിക്കണം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, അതിനെക്കുറിച്ചൊരു തീരുമാനമെടുക്കണം. അത് ആവശ്യമാണ്. എന്നാൽ അതിനോട് ചേർത്ത് പറയാനുള്ളത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ഈ പദ്ധതികളെയൊക്കെ വ്യതിയാനപ്പെടുത്താനുള്ളതായ മനസ്സ് നമുക്കുണ്ടാകണം. എഫേസോസിലേക്ക് പോകാനായിട്ടാണ് പോകുന്നത് കേട്ടോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ പോകണ്ട എന്ന് തീരുമാനിക്കാനുള്ള ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണവും നമുക്ക് ആവശ്യമാണ്. ചില ആളുകൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തു വന്നാലും ആ തീരുമാനം നടപ്പിലാക്കണമെന്നുള്ളതാണ്. നിശ്ചയദാർഢ്യം എന്ന് പറയുന്ന നല്ല കാര്യമാണ് കേട്ടോ, അതിനെക്കുറിച്ച് നമുക്ക് സംശയമൊന്നുമില്ല. എന്നാൽ ഞാൻ പോകുന്ന വഴി, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നു ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം തന്നെയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് ഉറപ്പുവരുത്തുവാനുള്ള ചുമതല നമുക്കുണ്ട്. അങ്ങനെ ഉറപ്പുവരുത്താനുള്ള ചുമതലയുണ്ട്. അപ്പോൾ ദൈവഗീതത്തെക്കുറിച്ച് ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എങ്ങനെയാണ് ദൈവഗീതം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അല്ലേ. ഹൗ ടു ഫൈൻഡ് ഗോഡ്സ് വിൽ? എവിടെയാണ് പ്രവർത്തിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എത്ര കാലം പ്രവർത്തിക്കണം, ആരോടുകൂടെ ചേർന്ന് പ്രവർത്തിക്കണം, ഇങ്ങനെയൊക്കെയുള്ളതായി ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അത് ബൈബിൾ വായിച്ചതിന് ശേഷം നമുക്ക് അങ്ങ് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് വരില്ല. ഇന്ന ആളിനോട് കൂടെ പ്രവർത്തിക്കണം എന്നാണ് ബൈബിൾ പറയുന്നത് എന്ന് പറയാൻ സാധിക്കില്ല. അവിടെ ദൈവഗീതത്തെക്കുറിച്ച് ഈ അടുത്ത കാലങ്ങളിൽ എഴുതപ്പെട്ട ഒരു വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്, ഫൈൻഡിങ് ഗോഡ്സ് വിൽ എന്ന് പറഞ്ഞ ഒരു പുസ്തകം. ഈ അടുത്ത കാലങ്ങളിലല്ല, ഒരു 10-25 വർഷമായി എഴുതിയിട്ട്. അതൊരു നല്ല പുസ്തകമാണ്. എന്നാൽ അത് ഞാൻ വിചാരിക്കുന്നത് ഒരു ഭാഗം മാത്രം പറയുന്ന പുസ്തകമാണ് എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് വിചാരിക്കുന്നത്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം, വളരെ നല്ല കാര്യം. അദ്ദേഹം പറഞ്ഞു, ദൈവഹിതമാണ് എന്ന് നമുക്ക് തീരുമാനിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ദൈവഹിതത്തെ നിർണ്ണയിക്കാനായിട്ട്. എല്ലായ്പ്പോഴും ദൈവവചനത്തിൽ നിന്ന് വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളത് ശരിയാണ്. എന്നാൽ ദൈവവചനത്തിലെ പ്രമാണത്തിനും ദൈവവചനത്തിൻ്റെ കൽപ്പനകൾക്കും വിധേയപ്പെട്ട് മാത്രമേ ദൈവത്തിൻ്റെ ഹിതം പ്രവർത്തിക്കുകയുള്ളൂ. ദൈവവചനത്തിനെതിരായിട്ട് ഒരു പ്രവർത്തനത്തെയും നമുക്ക് ദൈവഹിതപ്രകാരമുള്ള പ്രവർത്തനമാണ് എന്ന് പറയാൻ പറ്റുകയില്ല. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഗോഡ്സ് വിൽ യു നീഡ് ടു നോ ഗോഡ്സ് വേർഡ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പരിജ്ഞാനമാണ് ദൈവഹിതത്തിൻ്റെ നിർണയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ദൈവവചനത്തിൻ്റെ പരിജ്ഞാനമാണ് ദൈവഹിതത്തിൻ്റെ നിർണയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതാണ്. രണ്ടാമത് ദൈവഹിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയും, പ്രാർത്ഥന എന്ന് പറയുന്നതാണ് ദൈവഹിതം കണ്ടുപിടിക്കാനുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതാണ്. ദൈവത്തിൻ്റെ വചനം നമുക്കറിയാം. ദൈവത്തിൻ്റെ വചനപ്രകാരം ഒരു തീരുമാനമെടുക്കുവാനുള്ള പരിജ്ഞാനത്തിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എന്നത് ദൈവഹിതം നിർണ്ണയിക്കുന്നതിലെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന രണ്ടാമത്തെ കാര്യമായിട്ട് ഞാൻ പറയും. ദ ഫസ്റ്റ് ഈസ് ഗോഡ്സ് വേർഡ്. ദൈവത്തിൻ്റെ വചനത്തിനെതിരായിട്ട് നിങ്ങളുടെ തീരുമാനം എടുത്തേച്ച് ദൈവം എന്നോട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് പറയണം? അത് നടക്കുകയില്ല, അത് ശരിയാവുകയില്ല. ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയാണ്. രണ്ടാമത് ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുകയാണ്. മൂന്നാമത് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, വിവരമുള്ളതായിരിക്കുന്ന ആളുകളോട്, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ദൈവഭക്തന്മാരായിരിക്കുന്ന ആളുകളോട് ആലോചന ചോദിക്കുക എന്ന് പറയുന്നത് ദൈവഹിതം കണ്ടുപിടിക്കുന്നതിൻ്റെ മുഖാന്തരമാണ്. ഇവിടെ രാത്രിയിൽ ഒരു ദർശനമുണ്ടായിട്ട്, എനിക്കതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹമുണ്ടായിരുന്നു, എങ്കിലും രാത്രിയിൽ ദർശനമുണ്ടായി. മക്കതോന്യക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. എന്നിട്ട് അദ്ദേഹം വന്ന് സഹായിക്കുക എന്ന് പറയുന്നു. എന്നാൽ അത് ദൈവത്തിൻ്റെ ഹിതമാണ് എന്ന് തീരുമാനിച്ച്, ഞാനങ്ങനെ സ്വപ്നം കണ്ടു, നമ്മൾ നാളെ പോവുക എന്നല്ല കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ അറിയാം, അവരാ വിഷയത്തെ സംബന്ധിച്ച് തമ്മിൽ ചർച്ച ചെയ്തു. ദേ അനലൈസ്, ഈസ് ഇറ്റ് റിയലി എ വിഷൻ ഫ്രം ഗോഡ്? ഇത് ദൈവത്തിൽ നിന്നുള്ളതായിരിക്കുന്ന ഒരു ആലോചന തന്നെയാണോ എന്ന് മനസ്സിലാക്കാനായിട്ട്
അവിടെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കുക. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കതോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന്, നീ മക്കതോനിയ കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു എന്ന് പറയുന്ന വാക്ക് പരിശോധിച്ചാൽ അറിയാം, ഇറ്റ് ഈസ് ആക്ച്വലി എ കൺസൾട്ടേഷൻ. താൻ കണ്ടതായിരിക്കുന്ന ഈ ദർശനം തന്നോട് കൂടെയുള്ള സഹോദരങ്ങളുമായി പങ്കുവെച്ച് അവരെല്ലാവരും ആ ദർശനത്തെ വിലയിരുത്തി ഇത് തമ്പുരാൻ തന്നെ നമ്മളോട് പറഞ്ഞതാണ് എന്ന് ഉറപ്പുവരുത്തി ആ നിലയിലാണ് അവർ തീരുമാനമെടുക്കുന്നത്. പെന്തക്കോസ്ത് സമൂഹത്തിലുള്ളതായിരിക്കുന്ന ഒരു പരാജയം ഞാൻ പറയാം. ആരെങ്കിലും എന്തെങ്കിലും കണ്ടാൽ പിന്നെ അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റുകയില്ല. ഞാൻ കണ്ടതാന്നാ പറയുന്നത്. പിന്നെന്തോ ദൈവം പറഞ്ഞതിന് ഇതിനായിട്ട് നിൽക്കാൻ നോക്കുമെന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ ദൈവം സംസാരിക്കുന്നത്. നിങ്ങൾ കണ്ട കാര്യം ദൈവത്തിൽ നിന്ന് തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തുവാൻ ആവശ്യമായിരിക്കുന്നു. അതിനെ വിശകലനം ചെയ്യണം, അതിനെ ചോദ്യം ചെയ്യണം. മനസ്സിൽ തോന്നിയ വെറും തോന്നലാണോ, അതോ നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറഞ്ഞതാണോ എന്നതിനെ സംബന്ധിച്ച് തിരിച്ചറിയാനുള്ളതായിരിക്കുന്ന പ്രാഗൽഭ്യം നമുക്ക് ആവശ്യമാണ്. അതിനുള്ളതായിരിക്കുന്ന പരിജ്ഞാനം ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് ദൈവഭക്തന്മാരായിരിക്കുന്ന ആളുകളോട്, ദൈവവചനം അറിയാവുന്ന ആളുകളോട്, വേലയെക്കുറിച്ച് പരിചയമുള്ള ആളുകളോട് ആലോചന ചോദിക്കുക എന്നത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുന്നതിൽ നമുക്ക് വളരെ സഹായകരമായിരിക്കുന്ന കാര്യമാണ്. അപ്പം അതിനോട് ചേർത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് രണ്ട് കാര്യങ്ങൾ ഞാനതിനെക്കുറിച്ച് ഒന്ന് ശ്രദ്ധിച്ചത് ഞാൻ പറയാം. ഒന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിലക്കി എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായിട്ടോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിലക്കി എന്നുള്ളതായിരിക്കുന്ന കാര്യം മനസ്സിലായി. ഞാൻ പിന്നീട് തെസ്സലോനിക്ക ലേഖനം വായിച്ചപ്പോൾ അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിലല്ലേ അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ പല പ്രാവശ്യം പരിശ്രമിച്ചു, എന്നാൽ പിശാച് സാത്താൻ എന്നെ തടഞ്ഞതുകൊണ്ട് ഞാൻ വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണോ തടഞ്ഞത്, അതോ സാത്താനാണോ തടഞ്ഞതെന്ന് തിരിച്ചറിയാനുള്ളതായിരിക്കുന്ന ആത്മീക നില അപ്പോസ്തലനായ പൗലോസിനുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം. ചിലപ്പോൾ ബ്രദറൻകാർ നമ്മളെപ്പോലെയുള്ള ആളുകൾക്കൊക്കെ പറ്റുന്നതായിരിക്കുന്ന ഒരു പരാജയം എന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിന് നമ്മളോടൊന്നും പറയാൻ നമ്മൾ സമ്മതിക്കുകയില്ല. നമ്മൾ ഒരു കാര്യം പറയാൻ സമ്മതിക്കില്ല. ഒരു ആത്മനിഷ്ഠമായ ഒരു അനുഭവം എന്ന് പറയുന്നത് ദൈവവചനത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ദർ ഇസ് എ സബ്ജക്റ്റീവ് എലമെൻറ്റ് ഇൻ ഗോഡ് ഡീലിംഗ് വിത്ത് അസ്. ദൈവം നമ്മളോട് ഇടപെടുന്ന, വ്യക്തിപരമായി ഇടപെടുന്ന, ആത്മനിഷ്ഠമായിരിക്കുന്ന ഒരു തലം ദൈവവും നമ്മളുള്ളതായിരിക്കുന്ന ബന്ധത്തിലുണ്ട്. അത് ഒരുപാട് പുഷ് ചെയ്യരുത് കേട്ടോ, അത് അപകടകരമാണ്. എന്നാൽ അങ്ങനെ ഒരു തലമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ശബ്ദം കേൾക്കുവാൻ, അത് ഓഡിയബിളായിട്ട് കേൾക്കാവുന്നൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. But a person who is walking with the Spirit, they might be able to understand. അപ്പം 2 കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്ന പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള ആളുകൾ സകലത്തെയും വിവേചിക്കുന്നു, സകലത്തെയും തിരിച്ചറിയാനുള്ളതായിരിക്കുന്ന ഒരു ഇൻസൈറ്റ് അവർക്കുണ്ട് എന്ന അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, നമ്മളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വസ്തുനിഷ്ഠമായ കാര്യങ്ങളാകട്ടോ, ഒബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ദൈവത്തിൻ്റെ വചനം, പ്രാർത്ഥന, ദൈവഭക്തന്മാരായിരിക്കുന്ന ആളുകളുടെ ആലോചന, ഇതൊക്കെ വസ്തുനിഷ്ഠമായിരിക്കുന്ന ഒബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അത് വേണം നമ്മൾ മുൻപന്തിയിൽ നിൽക്കാനായിട്ട്. കാരണം ചോദിച്ചാൽ എൻ്റെ മനസ്സിൽ തോന്നി എന്ന് പറഞ്ഞൊന്നും നമുക്ക് ഒരു തീരുമാനമെടുക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ അത് മാത്രമല്ല, ദർ ഈസ് എൻ സബ്ജക്റ്റീവ്, ആത്മനിഷ്ഠമായിട്ടുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തെ സംബന്ധിച്ചുള്ള ഒരു ഉൾബോധം എന്ന് പറയുന്നത് ദൈവഭക്തന്മാരായിരിക്കുന്ന ആളുകൾക്ക് ദൈവം നൽകുന്ന അനുഗ്രഹമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഈ പ്രസ്താവന പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദൈവാത്മാവിൻ്റെ നിയന്ത്രണവും നടത്തിപ്പും, ദൈവത്തിൻ്റെ സഹായവും ദൈവത്തിൻ്റെ ശക്തിയും നമ്മളുടെ പ്രവർത്തനങ്ങളിൽ വെളിപ്പെട്ടു വരണം. ഇല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത് മാനുഷികമാണ്. We need to see the hand of God in the work that we are doing. നാം ചെയ്യുന്ന നമ്മളുടെ ഈ സഭയെക്കുറിച്ച് തന്നെ പറയാം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ മധ്യത്തിലുണ്ട്. ദൈവം പ്രവർത്തിക്കുന്നു, നമ്മളെ വ്യത്യാസപ്പെടുത്തുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം കേട്ടോ. വി ഹാവ് ടു മേക്ക് ഷുവർ. അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രവർത്തനം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ദൈവം പ്രവർത്തിക്കാത്ത പ്രവർത്തനങ്ങൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാത്ത ആത്മീയ വേലകൾ,
അതൊന്നും ദൈവത്തിൻ്റെ പരിപാടിയല്ല. അപ്പം അതുകൊണ്ട് we need to be directed by the Spirit of God. We need to be directed by the Word of God. We need to be controlled by the Spirit. അപ്പം അത് ദൈവവേലയിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു കാര്യമാണ്. അപ്പം ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞത് ഒന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദൈവവേല ചെയ്യാനായിട്ട് ദൈവഭക്തന്മാരായിരിക്കുന്ന സഹപ്രവർത്തകർ നമുക്ക് ആവശ്യമാണ്. ദൈവവേല ചെയ്യാനായിട്ട് ദൈവഭക്തന്മാരായ സഹപ്രവർത്തകർ നമുക്ക് ആവശ്യമാണ്. രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവവേലയിൽ ദൈവം സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്ന കാര്യത്തിൽ സ്വാതന്ത്ര്യം എടുക്കുവാനും വ്യത്യാസപ്പെടുത്തരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ വ്യത്യാസപ്പെടുത്താതിരിക്കാനുമുള്ള ഒരു തീരുമാനം ദൈവഭക്തന്മാരായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അനിവാര്യമാണ്. മൂന്നാമത് വരാനുള്ളത്, നമ്മളുടെ മധ്യത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു, ദൈവത്തിൻ്റെ കരമുണ്ട്, ദൈവത്തോട് ചേർന്നാണ്, ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ്, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നിരന്തരം നമ്മൾ പരിശോധിക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തട്ടെ, ദൈവം നമ്മളെ നയിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ നയിക്കുവാൻ, നടത്തുവാൻ, നിയന്ത്രിക്കുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ സാന്നിധ്യവും ഞങ്ങൾക്കുണ്ട്, ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്കുണ്ട്, ദൈവഭക്തന്മാരായിരിക്കുന്ന സഹവിശ്വാസികൾ ഞങ്ങൾക്കുണ്ട് എന്നോർത്ത് ഞങ്ങൾ നന്ദിയോടുകൂടെ അങ്ങേക്ക് സ്തോത്രങ്ങളും സ്തുതികളും അർപ്പിക്കുന്നു. ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ.